നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കിപ്പോൾ തടി കൂടിക്കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആഹാര രീതിയിലെ വ്യത്യാസം കൊണ്ടായിരിക്കാം, ജീവിതശൈലിയിലെ വ്യത്യാസം കൊണ്ടായിരിക്കാം, പല കാരണങ്ങളോട് തന്നെ തടി കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് പല അസുഖങ്ങളും പ്രശ്നങ്ങളും വരുന്ന രോഗികളെയും വളരെ സാധാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഞാൻ ഡോക്ടർ ശൈലേഷ് ഐക്കോട്ട്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മോർബിഡ് ഒബേസിറ്റി അഥവാ രോഗാതുരമായ അമിതവണ്ണം എന്ന അസുഖത്തെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞു, തടി കൂടാനുള്ള കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. ബഹുഭൂരിപക്ഷം പേരിലും അത് ആഹാരത്തിലുള്ള തെറ്റായ ആഹാര രീതിയും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും കൊണ്ടാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം വഴി എത്തുന്ന എനർജി, നമ്മൾ എക്സർസൈസ് ചെയ്ത് ചിലവാക്കുന്ന എനർജി, ഇത് തമ്മിലൊരു വ്യത്യാസം വരുമ്പോൾ ഈ കഴിച്ച ആഹാരം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിച്ച ആഹാരം നമ്മുടെ ശരീരത്തിൽ പുറന്തള്ളാൻ പറ്റില്ല. അത് ശരീരം ഉടനെ അത് കൊഴുപ്പായി മാറ്റി അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുക ചെയ്യാം. അങ്ങനെ പതുക്കെ വർഷങ്ങളെടുത്ത് ഈ കഴിക്കുന്ന ഓരോ ദിവസവും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എത്രയോ വർഷങ്ങളെടുത്തിട്ടാണ് ഇത്രയും തടി കൂടുന്ന അവസ്ഥയിലേക്ക് വരും. 99% പേർക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന തടി കൂടാനുള്ള കാരണം ഇത് തന്നെയാണ്. 1% പേർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം തടി കൂടാറുണ്ട്. അതുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ തടി കൂടിയ ആൾക്കാർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ചെയ്യാറുണ്ട്. ഹോർമോൺ വ്യതിയാനം കൊണ്ട് തടി കൂടുന്നവരാണെങ്കിൽ ആ ഹോർമോൺ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ തടി നോർമലായിട്ട് വരും. പക്ഷേ ബാക്കി മുഴുവൻ പേർക്കും അത് പല രീതിയിലുള്ള ചികിത്സാവിധികളിലൂടെ നിയന്ത്രിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തടി കൂടുക വെച്ചാലൊരു നമ്മൾ കാഴ്ചക്കുള്ളൊരു പ്രശ്നം മാത്രമല്ല, അത് ഒരുപാട് അസുഖങ്ങളിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. തടി കൂടിയവർക്ക് കൂടുതലുള്ള അസുഖങ്ങളെ പറ്റിയിട്ട് ഒരുപാട് വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഒരുപാട് അസുഖങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒന്നാണ് ഫാറ്റി ലിവർ ഡിസീസ്. മൊത്തം ശരീരത്തിൽ തടി കൂടുമ്പോൾ കരളിലും ഫാറ്റ് അടിഞ്ഞു കൂടും. ഫാറ്റ് ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആയി കഴിഞ്ഞാൽ അടുത്തത് ലിവർ സിറോസിലേക്ക് പോകും. അപ്പോൾ കരൾ മാറ്റി വെക്കുക, അങ്ങനത്തെ അസുഖത്തിലേക്കൊക്കെ പോകുന്ന എത്രയോ രോഗികൾ നമ്മൾ കാണുന്നുണ്ട്. ഫാറ്റ് ലിവർ, അതുപോലെ തടി കൂടിയവർക്ക് ഡയബറ്റീസ്, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ഈ 2 പ്രശ്നങ്ങളും വരും. ഈ 2 പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അത് പക്ഷാഘാതം, സ്ട്രോക്കിന് സാധ്യത കൂട്ടും, ഹൃദയാഘാതത്തിന്, ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂട്ടും. അങ്ങനെ ഒരുപാട് അസുഖങ്ങളിലേക്കുള്ളൊരു തുടക്കമാണ് ഈ തടി കൂടാതെ. അതുപോലെ തന്നെ രാത്രിയിൽ കഴുത്തിലെ ഭാഗങ്ങളിലുള്ള ഇവിടത്തെ കൊഴുപ്പടിഞ്ഞുകൂടി നാവിൻ്റെ ബലക്കുറവ് വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അടഞ്ഞുപോയി, ശ്വാസം അടഞ്ഞു പോകും. ഊർക്കം വലിയ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കുറച്ച് കഴിയുമ്പോൾ അത് ശ്വാസം കിട്ടാതെ ഞെട്ടി എഴുതിയേക്കുക. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. ഈ ഒരു അസുഖം തടി കൂടിയവർക്ക് വളരെ സാധാരണയാണ്. അങ്ങനെയുള്ളവർക്ക് എന്താ പറ്റും പ്രശ്നം വെച്ചാൽ, രാത്രി ഉറക്കമുണ്ടാവില്ല. പൂർണ്ണമായ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് ആൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പകൽ സമയത്ത് ഉറക്കം തോന്നും. രാത്രി എത്ര സമയം ഉറങ്ങിയാലും പകൽ സമയത്ത് ഉറക്കം തോന്നും. അങ്ങനെ മൊത്തം ഒരാളുടെ പ്രൊഡക്ടിവിറ്റി, അദ്ദേഹം വളരെ കാര്യക്ഷമമായി ജോലിയിലുള്ള കാര്യക്ഷമതയെ ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ അസുഖം. അതുകൂടാതെ ഒരുപാട് മറ്റ് അസുഖങ്ങൾ, അതായത് ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങളുടെ സാധ്യത ഈ തടി കൂടിയവർക്ക് കൂടുതലാണെന്നുള്ള പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യ പടി ഞാൻ നേരത്തെ പറഞ്ഞു, ഹോർമോൺ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പലതരം ഹോർമോണിൻ്റെ വേരിയേഷൻ ഉണ്ടോ നോക്കുന്നു. ഒന്നുമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ശരിയായ ചികിത്സയിലേക്ക് തുടങ്ങുന്നു. പ്രധാനമായും ഈ തടി കൂടുതലിനെ, ഒബേസിറ്റിയെ, ബോഡി മാസ് ഇൻഡെക്സ് എന്ന ഒരു അളവ് പോൽ വെച്ചിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് വെച്ചാൽ ശരീരത്തിന് ഒരാളുടെ ഉയരവും തടിയും ഉയരവും ഭാരവും തമ്മിലുള്ള അനുപാതം. അതായത് ഒരാളുടെ ഉയരം അളക്കുക, അത് സെൻറ്റിമീറ്ററിൽ അളക്കുക, വെയിറ്റ് അളക്കുക, എന്നിട്ട് അത് നോക്കും. BMI, അതായത് ഭാരം, അതിനെ ഡിവൈഡ് ചെയ്യുക. ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്, അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്നത് 25 മുകളിലാണെങ്കിൽ അമിതവണ്ണം എന്ന് പറയും.
ഭാരക്കൂടുതലുള്ള വ്യക്തിയാണ് എന്ന് പറയും. ആരോഗ്യമുള്ള വ്യക്തിക്ക് 18-നും 25-നും ഇടയിലായിരിക്കണം ഇതിൻ്റെ ഈ അളവ്. അതേസമയം അത് 35-ന് മുകളിലാണെങ്കിലോ അതിനെയാണ് മോർബിഡ് ഒബേസിറ്റി, അത് രോഗാവസ്ഥയിലുള്ള അമിതവണ്ണം എന്ന് പറയും. അപ്പോൾ ചില സമയത്ത് 32-33 ആയാൽ തന്നെ മറ്റു അസുഖങ്ങളിലും കൂടെ തുടങ്ങും. അങ്ങനെയുള്ളവരെയും അമിതവണ്ണത്തിൻ്റെ കൂട്ടത്തിൻ്റെ രോഗാവസ്ഥയുള്ള അമിതവണ്ണമായിട്ട് എടുക്കും. അതായത് ഒരു പ്രശ്നമില്ലാത്തൊരു വ്യക്തി, ഷുഗറില്ല, പ്രഷറില്ല, ഒരസുഖമില്ല, അദ്ദേഹത്തിന് BMI 30-ന് മുകളിലാണെങ്കിലും അമിതവണ്ണം എന്ന് പറയും. അതേസമയം ഒരു ഷുഗറോ പ്രഷറോ മറ്റു അസുഖങ്ങളുള്ള ഒരു വ്യക്തിക്ക് BMI 32.5 ആയാൽ തന്നെ അമിതവണ്ണമായിട്ട് എടുക്കും, രോഗാവസ്ഥയുള്ള അമിതവണ്ണം എടുക്കും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ അല്പം പോലും വൈകരുത്. അതിനുള്ള ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് ആഹാരം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ ആഹാരങ്ങൾ ഒഴിവാക്കണം, എത്രത്തോളം വ്യായാമം ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക. ആഹാരം ഇപ്പം കഴിക്കുന്നതിന് നേരെ പകുതിയാക്കുക. എല്ലാം കഴിക്കാതെ അത് തന്നെ നേരെ പകുതി, അതാണ് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പകുതിയാക്കുക. എന്നിട്ട് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക. മധുരമിട്ട് ചായ കുടിക്കരുത്. ചായ കുടിക്കുകയാണെങ്കിൽ ചായക്കത് മധുരമിടരുത്, പാലൊഴിക്കരുത്. അങ്ങനെയുള്ള കട്ടൻ ചായ വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ ബേക്കറി സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആഹാരത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ്. പ്രോട്ടീനുള്ള ആഹാരം കൂടുതൽ കഴിക്കുക. എഗ് വൈറ്റ്, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. സാലഡ്, ഇലക്കറികൾ ഇത് കൂടെ കഴിക്കുക. അങ്ങനെ ആഹാര രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരിക. അതുകൂടാതെ വ്യായാമം എന്ന് വെച്ചാൽ വെറുതെ നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, വെറുതെ ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്നും അത് വെയിറ്റിനെ ബാധിക്കില്ല. വ്യായാമം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യായാമം ചെയ്യണം. അതായത് നമ്മളൊരാളുടെ ഹാർട്ട് റേറ്റ്, ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ 72 ആണെങ്കിൽ ആ ഹൃദയമിടിപ്പ് പ്രായത്തിന് ആനുപാതികമായിട്ടുള്ള വ്യത്യാസമാണ്. ഏകദേശം ഒരു 120 ആ ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ ആ വ്യായാമം കൊണ്ട് ശരീരത്തിന് ഒരു ഫാറ്റ്, കൊഴുപ്പ് അലിച്ചു കളയുന്ന രീതിയിലേക്ക് എത്തുള്ളൂ. ആ 120 എത്ര സമയം ചെയ്യണം? 1 മണിക്കൂറൊക്കെ ചെയ്യണം ഒരു ദിവസം. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. ഇത്രയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു 300-400 കലോറി നമ്മൾ ദഹിച്ച് പോവുള്ളൂ. പക്ഷേ ഈ 300-400 കലോറി ശരീരത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഒരു പഴംപൊരി, ഒരു ചായയും കഴിച്ചാൽ ആയി. ഇത്രേ 1 മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ എഫക്റ്റ്. അതുപോലെ തന്നെ വല്ലാതെ അധികം വെയിറ്റ് കൂടാത്ത ആൾക്കാർക്ക്, അതായത് ഒരു BMI 30 ആ റേഞ്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗുളികകൾ കൊണ്ടും ചികിത്സിച്ച് തടി കുറക്കാൻ ഒരു പരിധിവരെ പറ്റാറുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ശാശ്വതമായൊരു ഗുണം കിട്ടണമെന്നില്ല. ആ ഗുളികകൾ കൊണ്ട് തടിയൊന്ന് കുറച്ച ശേഷം നല്ലോണം വ്യായാമം ചെയ്ത് ആഹാരം കൺട്രോൾ ചെയ്താൽ പിന്നെ ഓപ്പറേഷൻ വേണ്ട. പക്ഷെ ഓപ്പറേഷൻ എങ്ങനെയുള്ളവർക്കാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ശ്രമങ്ങളെല്ലാം നടത്തി പരാജയപ്പെടുകയും ഇനി തടി കുറക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും എന്ന് തോന്നുന്ന രോഗികൾക്കാണ് ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരിക. വെയിറ്റ് കുറച്ച് കൂടി BMI ഒരു 25-30 ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആഹാരം നിയന്ത്രിച്ചിട്ടും എക്സർസൈസ് ചെയ്തിട്ടും ഈ രീതിയിലേക്ക് എത്താൻ എളുപ്പമാണ്. പക്ഷേ 35-ന് മുകളിലേക്ക് വരുന്ന രോഗികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ, ഈ വ്യായാമത്തിനും ആഹാരങ്ങളുടെ കൂടെ തന്നെ മറ്റ് ചികിത്സകൾ, അതിലേറ്റവും പ്രധാനം ഓപ്പറേഷനാണ്, അതും വേണ്ടി വരും. എന്നാൽ മാത്രമേ വിചാരിച്ച തടി കുറയുള്ളൂ. അതിനുപയോഗിക്കുന്ന സർജറിയാണ് ബെരിയാട്രിക് സർജറി എന്ന് പറയും. സ്ഥിരമായിട്ട് ചെയ്യുന്ന സർജറിയാണിത്. അതിൽ പല രീതിയിലുള്ള സർജറി ഉണ്ട്. ഒന്ന്, ഇത് 2 രീതിയിൽ ചെയ്യാം. കീ ഹോൾ ചെയ്യാം, റോബോട്ടിക് ചെയ്യാം. ഈ 2 രീതിയിലും ചെയ്യാറുണ്ട്. ചെറിയ ഹോൾസ് കൂടെ ആമാശയത്തിൻ്റെ സൈസ് കുറക്കുക, സ്ലീവ് ഗാസ്ട്രക്ടമി എന്നുള്ള സർജറി ചെയ്യാം. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ്റെ രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു നൂതനമായ റോബോട്ടിക് സർജറി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഓപ്പറേഷനെ കൂടുതൽ കൃത്യതയോടെ ചെയ്യാനും കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നുണ്ട്.
ഈ റോബോട്ടിക് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജൻ ചെയ്യുമ്പോൾ സർജൻ്റെ നീക്കങ്ങളെ, മൂവ്മെൻറ്റ്സ് കുറച്ചുകൂടെ നല്ലതായിട്ട്, കുറച്ചുകൂടെ റിഫൈൻഡായിട്ട്, കുറച്ചും കൂടെ സൂക്ഷ്മതയോടെ രോഗിയുടെ ശരീരത്തിൽ ഈ റോബോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന സർജൻ തന്നെയാണ്, പക്ഷെ അത് രോഗിയുടെ ശരീരത്തിലേക്ക് എത്തുന്നത് റോബോട്ടിൻ്റെ കൈകളിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ കൃത്യതയും റോബോട്ടിക് സർജറിക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയേക്കാൾ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ ഓപ്പറേഷൻ്റെ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇത് ഓപ്പറേഷൻ ചെയ്ത് തടി എടുത്ത് മാറ്റുന്നൊന്നുമില്ല. ആമാശയത്തിൻ്റെ സൈസ്, വലിപ്പം, ഈ തടി കൂടുതലുള്ള ആൾക്കാർക്ക് ഉള്ള വലിയ വലിപ്പമുള്ള ആമാശയം ചെറുതാക്കി നോർമൽ ചെറിയൊരു ട്യൂബ് പോലെ ആക്കി മാറ്റുക. ചില കേസുകളിൽ വല്ലാതെ തടി കൂടിയ സന്ദർഭങ്ങളിൽ ചെറുകുടലിൻ്റെ സ്ഥാനം മാറ്റി കൊടുക്കുകയും, അപ്പോൾ കഴിക്കുന്ന ആഹാരം പകുതി മാത്രമേ ദഹിക്കുകയുള്ളൂ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ആവുന്ന സമയത്ത് ശരീരത്തിന് വേണ്ട, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ 3000 കലോറി ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ 1500 കലോറി ചിലവാക്കുന്നുള്ളൂ. ഇപ്പോൾ 1500 കലോറി ഫാറ്റ് അയാളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയാണ് വർഷങ്ങളോളം. ഇത് നേരെ റിവേഴ്സ് ആവും. ഒരു ദിവസം 500 കലോറി മാത്രമേ ശരീരത്തിലേക്ക് എത്തുന്നുള്ളൂ. ശരീരത്തിന് 1500 കലോറി വേണം. അപ്പം 1000 കലോറി എന്ത് ചെയ്യും? 1000 കലോറി ശരീരം ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റ് എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ തടി കുറഞ്ഞു വരും. എത്രയോ വർഷങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്ത ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ 1-2 വർഷം എടുക്കും. അപ്പോൾ ഈ തടി കുറഞ്ഞു വരിക. അതിൻ്റെ കൂടെ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കൂടും. അതുപോലെ ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്നുള്ള സർജറി ഉണ്ട്. സർജറി കഴിച്ച് ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യുന്നു, ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നു, 1-2 ആഴ്ച റെസ്റ്റ് വേണ്ടി വന്നേക്കാം. ഇതൊക്കെയാണ് സർജറിയിൽ ചെയ്യുന്നത്. വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സർജറിയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കഴിക്കുന്ന ആഹാരം വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റ് ശരീരം എടുത്തു തുടങ്ങും. അങ്ങനെ ക്രമാനുഗതമായി 1-2 വർഷം കൊണ്ട് തടി കുറഞ്ഞു വരും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല, പതുക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാത്രം തടി കുറഞ്ഞ് നോർമലാവെന്ന് വിചാരിക്കരുത്. ഓപ്പറേഷന് കൂടെ തന്നെ ആഹാര നിയന്ത്രണവും വേണം, എക്സർസൈസും വേണം. എന്നാലും മാത്രമേ നോർമൽ വെയിറ്റിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിനുള്ളൊരു അഡാപ്റ്റേഷൻ ഉണ്ട്. ശരീരം കുറച്ച് കഴിയുമ്പോൾ അത്ര ആഹാരത്തെ ശരീരം വർക്ക് ചെയ്ത് തുടങ്ങും. വിചാരിച്ചു ആദ്യം കുറഞ്ഞത്ര തടി പിന്നെ കുറയില്ല. അപ്പോൾ ഇത് ഓപ്പറേഷൻ കൊണ്ട് മാത്രം ഇത് പൂർണ്ണമായിട്ടും മാറില്ല. ജീവിതശൈലിയിലുള്ള മാറ്റവും ആരോഗ്യകരമായ ആഹാര രീതിയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന് പൂർണ്ണമായൊരു പരിഹാരം കിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയുള്ളൊരു ജീവിത രീതിയും ജീവിതശൈലിയും ആക്കാൻ രോഗിയെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്നൊരു പ്രശ്നമല്ല. ഇതൊരു സൈലൻറ്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്, ശബ്ദനായൊരു കൊലയാളി. കാരണം ഇത് അസുഖമുള്ളത് രോഗി മറ്റു അസുഖങ്ങളെ പോലെയല്ല. ഇത് ഇപ്പോൾ ഒരു മറ്റെന്തെങ്കിലും അസുഖം വേദന വരികയോ, ഇതിന് വേദനയില്ല, ആഹാരം കഴിക്കാൻ പറ്റാതെയില്ല. സാധാരണ ഏത് അസുഖത്തിനും വരുന്നത് എന്തൊക്കെയാണ്? ആഹാരം വേണ്ട, വേദന, ഛർദി, ഇങ്ങനെ പല പനി, ഇതൊക്കെയാണ് വരിക. അതുകൊണ്ട് എന്ത് ചെയ്യും? രോഗികൾ എത്രയും പെട്ടെന്ന് പോയി ചികിത്സ എടുക്കും, അത് മാറ്റും. ഇതിൽ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. സാധാരണ പോലെ ആഹാരം കഴിക്കുന്നു, സാധാരണ പോലെ നടക്കുന്നു, തടി കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ശരീരത്തിൽ ഓരോ അവയവങ്ങളെയും ഇത് കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവയവങ്ങളുടെയൊക്കെ ബാധിച്ച് മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം രോഗി അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ശബ്ദനായ കൊലയാളി അല്ലെങ്കിൽ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗൗരവം പലപ്പോഴും ഈ രോഗികൾ കൊടുക്കണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക, ഇതൊരു പ്രശ്നമാണെന്ന് ആദ്യം തിരിച്ചറിയുക, അത് മാറ്റാനുള്ള ചികിത്സ ശാസ്ത്രീയമായ രീതിയിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ തടിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, അത് ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്യും. അത് താരതമ്യേന എളുപ്പമാണ്, കാരണം കീഹോൾ ഓപ്പറേഷനാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് ഗുരുതരമായ കോംപ്ലിക്കേഷൻ വരാതെ തടയാനും പറ്റും. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഒരു തൊലിപ്പുറത്തുള്ളൊരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമല്ല, ശരീരത്തിനുള്ളിലെ ഓരോ അവയവങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരാരോഗ്യ പ്രശ്നം കൂടിയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ചികിത്സകൾ എടുക്കുക. ചികിത്സകൾ, മരുന്നുകളുണ്ട്, വ്യായാമമുണ്ട്, ആഹാര നിയന്ത്രണമുണ്ട്, എൻഡോസ്കോപ്പി ചികിത്സാ വിധികളുണ്ട്.
ചില സന്ദർഭങ്ങളിൽ ലാപ്രോസ്കോപ്പി സർജറി തന്നെ ആവശ്യമായി വരികയും ചെയ്യാം. ഏത് വിധേനയും ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ പറഞ്ഞതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ടീം ഇതിന് മറുപടി നൽകുന്നതായിരിക്കും.